Intercession for India. Intercession for India. നമ്മുടെ രൂപതയിലെ തന്നെ ചരിത്ര പ്രസിദ്ധമായ ഇലഞ്ഞി കൊറോനായിൽ ഇരട്ട തിരുപ്പട്ട ശുശ്രൂഷകൾക്കായി എത്തിയിരിക്കുകയാണ്. വളരെയധികം വൈദികരും ശുമാച്ചന്മാരും മാതാപിതാക്കളുമെല്ലാം ഈ തിരുക്കർമ്മങ്ങൾക്കായി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട 2 ഡീക്കന്മാർ, ശംശാനമാർ, വളവുംതടത്തിൽ ജോസഫും മധുരപ്പുഴ തോമസും ഈ ദേവാലയത്തിൽ വെച്ച് ഈശോയുടെ അഭിഷിക്തരായ 2 വൈദികരായിട്ട് മാറുകയാണ്. അത്ഭുതകരമായ മണിക്കൂറുകളാണ്. ദൈവം സ്വർഗം തുറന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന നിമിഷങ്ങളിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഇലഞ്ഞി വളരെ വലിയൊരു ഇടവക സമൂഹമാണ്, വലിയൊരു കേന്ദ്രമാണ്. ധാരാളം പുരാതന കുടുംബക്കാരും പിന്നീട് ഇവിടെ വന്ന് ചേർന്നവരുമായ കുടുംബങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു കേന്ദ്രമാണിത്. 900-ലധികം വീടുകൾ, കത്തോലിക്ക കുടുംബങ്ങൾ നമുക്കുണ്ട്. ഇവിടെ രൂപതയിലെ വലിയ ഇടവകളിലൊന്നാണ്. പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സ്ഥലമാണ്. വലിയ സാംസ്കാരിക സാഹിത്യ ചിന്തകന്മാരുടെ സ്ഥലമാണ്. മേരി ബെനീഞ്ഞ സിസ്റ്ററിനെ പോലെയും പെരുമ്പടം ശ്രീധരനെ പോലെയുമുള്ള ആളുകൾക്കെല്ലാം പിറവി കൊടുത്ത സ്ഥലമാണ്. വൈദികർ ധാരാളമുള്ള നമ്മുടെ രൂപതയ്ക്കും മിഷൻ ദേശത്തിനും വേണ്ടിയുണ്ട്. സമർപ്പിതരും അതുപോലെ തന്നെയാണ്. ഇതര മതസ്ഥരും തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടമാണ്. എങ്കിലും അവരെല്ലാം വലിയ കൂട്ടായ്മയിൽ ഈ ദേവാലയത്തിൽ വരുന്നതും ഈ ദേവാലയത്തിലായിരിക്കുന്നതും ഏറ്റവും അഭിമാനകരമായ കാര്യമായിട്ടാണ് കരുതുന്നത്. ഇവിടെ ഇന്ന് എല്ലാവരും എത്തിയിരിക്കുന്നത് കുന്നോത്ത് സെമിനാരിയിൽ പഠിച്ച വളവുംതടത്തിലും മംഗലപ്പുഴ സെമിനാരിയിൽ പഠിച്ച മധുരപ്പുഴ ശമാശനും ഇന്ന് ഇവിടെ തിരുപ്പട്ടം സ്വീകരിക്കുന്നത് കൊണ്ടാണ്. അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും മറ്റ് പരിചയക്കാരുമെല്ലാം വലിയൊരു സമൂഹം ഇവിടെയുണ്ട്. വൈദിക പരിശീലനം നടത്തിയ കട്ടച്ചന്മാരും മറ്റ് അച്ഛന്മാരുമൊക്കെ ഈ തിരുക്രമങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ ദീർഘമായ ഒരു ഹോമിലിയിലേക്ക് പോകുന്നില്ല. ഇന്നത്തെ സുവിശേഷം നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. പ്രത്യേകിച്ച് വൈദിക ശുശ്രൂഷയിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് കൂടുതലായിട്ടും 2 തിരുവചനങ്ങളാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. ഈശോ പത്രോസിനോട് പറയുന്ന 2 കാര്യങ്ങളാണ്. ആഴത്തിലേക്ക് നീക്കി വലയിടണം. 2, നിന്നെ അല്ലെങ്കിൽ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്ന മുഖവരാക്കാം. 2 പ്രസക്തമായ തിരുവചനങ്ങളാണ്. ആഴത്തിലേക്ക് നീക്കി വലയിടണം, എൻ്റെ കാഴ്ചപ്പാടുകൾ മാറണം. ഉപരിപ്ലവമായ കാര്യങ്ങളിൽ നിന്നാൽ പോരാ, ആഴങ്ങളിൽ വലിയ വിസ്മയങ്ങളുണ്ട്. അത് കണ്ട് നീ ഭയപ്പെടേണ്ട, അതിനുള്ള മനോധൈര്യം നിനക്കുണ്ടാകണം. വെറുതെ പുറംപൂച്ചിന് കാണുന്ന കാര്യങ്ങളുമായിട്ട് നടന്നാൽ നിനക്ക് നിൻ്റെ ശുശ്രൂഷ നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. പത്രോസും പൗലോസും തിരുസഭയുടെ 2 വലിയ നെടുന്തൂണുകളാണ്. ഈ ദേവാലയം പത്രോസിൻ്റെയും പൗലോസിൻ്റെയും നാമത്തിലുള്ളതാണ്. പീറ്റർ ആൻഡ് പോൾ. അപൂർവമായിട്ട് നമുക്ക് പീറ്റർ ആൻഡ് പോളിൻ്റെ പേരിലുള്ള നാമത്തിലുള്ള ഇടവക സമൂഹം നമുക്ക് നമ്മുടെ രൂപതയിലുള്ളൂ. ഇത് കീർത്തികേട്ട ഇടവകയാകുന്നതിൻ്റെ കാരണവും പ്രധാനമായിട്ടും അതുതന്നെയാണ്. റോമിൻ്റെ വിശുദ്ധ പാരമ്പര്യങ്ങളിൽ ഒന്ന്, റോമ കാത്തു സൂക്ഷിക്കുന്ന 2 ട്രോഫികൾ. നമ്മൾ മത്സരത്തിനൊക്കെ പോകുന്നവരാണ്. ട്രോഫികൾ നമുക്ക് പരിചയമുണ്ട്. 2 ട്രോഫികൾ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ പുണ്യ ഖബറുകളാണ്, കുടീരങ്ങളാണ്.
അവരെ സംസ്കരിച്ചിരിക്കുന്ന ആ കല്ലറകളാണ് റോമിൻ്റെ ട്രോഫികളായിട്ട് എന്നും എടുത്തു കാണിക്കാനുള്ള കാര്യമായിട്ട് അവർ കരുതുന്നത്. പിതാക്കന്മാർ അതിലിമിനായ്ക്ക് പോകുമ്പോഴും അതിലിമിന അപ്പോസ്തലോരും അറ്റ് ദ ഗേറ്റ് ഓഫ് ദി അപ്പോസൽസ് ഓഫ് പീറ്റർ ആൻഡ് പോൾ, അതിലിമിന വിശുദ്ധിക്ക് പോവുക, മാർപ്പാപ്പായെ കാണാൻ പോവുക എന്ന് പറഞ്ഞാൽ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ പുണ്യകുടീരത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്ന ഏതൊരു മെത്രാനും അതിലിമിന അപ്പോസ്തലോരും പേത്രി പൗളി, പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തുമ്പിൻ്റെ ത്രഷോൾഡിൽ വാതിൽക്കൽ നിൽക്കുക എന്നാണ്. ഇന്ന് നമ്മൾ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ആ ട്രോഫികൾ വേറൊരു വിധത്തിൽ അവരുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഇവിടെ നമ്മളും തലയുയർത്തി നിൽക്കുകയാണ്. ഇലഞ്ഞിക്ക് ഈ പതിറ്റാണ്ടുകളിൽ വളരെ വലിയ റിനൈസൻസ്, വളർച്ച, ഉന്മേഷം എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇവിടെയുള്ള വൈദികരും ഞങ്ങളെല്ലാവരും വളരെയധികം അധ്വാനിച്ചതുകൊണ്ടാണ്. അങ്ങനെ നമുക്ക് ട്രോഫികളുമായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും ഇരട്ട ട്രോഫികൾ, രണ്ട് നല്ല സമർത്ഥരായ ശമാശന്മാർ ഇവിടെ ഈ ഇടവകയിൽ നിന്ന് നമ്മുടെ സ്വന്തം രൂപതയ്ക്ക് വേണ്ടി ശുശ്രൂഷയിലേക്ക് കടന്നു വരാനായിട്ട് ദൈവം അനുവദിച്ചത്. ആ ട്രോഫികളെക്കുറിച്ചാണ് നമുക്കുള്ള അഭിമാനവും നമുക്കുള്ള സന്തോഷവും. മത്സ്യങ്ങളെ പിടിച്ച് നല്ല പ്രാപ്തിയുള്ളവരാണവർ, ശിഷ്യ പത്രോസ്. പക്ഷേ ആ പ്രാപ്തി ചിലപ്പോൾ പ്രയോജനപ്പെടുന്നില്ല, വേണ്ട രീതിയിൽ ഫലപ്രദമായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ കരുതുന്നത് കർത്താവ് അവരുടെ പ്രൊഫഷണലിസത്തിലേക്ക് കടന്നു വന്ന് ഒരു ഒക്കേഷണൽ പോസിബിലിറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു നല്ല മീൻപിടുത്തക്കാർ അവരൊരിക്കൽ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഈ 2 വാളുണ്ട്. മീനെ പിടിക്കുന്ന വാൾ തന്നെയാണത്. ഞങ്ങളുടെ ഈ 2 വാളുകളുണ്ട്. ആരും മോശക്കാരല്ല, പ്രൊഫഷണൽസാണവർ. പക്ഷേ അതിനിടയിലേക്ക് കർത്താവ് ഒരു വിളി, ഒരു ഒക്കേഷൻ, ഒരു ദൈവവിളിയുടെ സാധ്യത കൊണ്ടുവരികയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ദൈവം ഈശോ അവരോട് പറഞ്ഞത്, നിങ്ങളുടെ ഈ പ്രൊഫഷൻ കുറെ കൂടെ സ്കിൽഫുൾ ആകാനായിട്ട് ഞാൻ 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ആഴത്തിലേക്ക് നീക്കി പടിയിറക്കണം. 2, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്ന മുഖവരാക്കാം. ഇതുവരെ നിങ്ങൾക്ക് മീനെ പിടിക്കാനേ അറിയത്തുള്ളൂ. ആഴത്തിലേക്ക് വലയിറക്കുമ്പോഴും കിട്ടിയത് അതാണല്ലോ, വഞ്ചിയും വള്ളവും നിറയെ മത്സ്യങ്ങൾ കിട്ടി. ഒരു ഒക്കേഷണൽ വിളിയാണത്. രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ്, നിന്നെ മനുഷ്യരെ പിടിക്കുന്ന മുഖവരാക്കാം. നമുക്ക് അച്ഛന്മാർക്ക് ദൈവം തന്നിരിക്കുന്ന പ്രത്യേകമായ ദൗത്യം അതാണല്ലോ, മനുഷ്യരെ പിടിക്കുന്ന മുഖവന്മാർ. അത് തിരുപ്പട്ടം സ്വീകരിച്ച് ആ ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മൾ നടത്തുന്ന പൗരോഹിത്യ യാത്രയാണ്, ഭാവിയിലേക്കുള്ള ഒരു യാത്രയാണ്. ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ, പിസ്കാത്തോരസ് ഹോമിനും, പിസ്കാത്തോരസ് ഹോമിനും, മനുഷ്യരെ പിടിക്കുന്ന മുഖവരാക്കാം. ഐ വിൽ മേക്ക് യു. നമ്മൾ ഇന്ന് ഈശോയുടെ പട്ടം, തിരുപ്പട്ടം ഇവർക്ക് കൊടുക്കുമ്പോൾ ആ പട്ടം മേടിച്ച് അവർ വെറുതെ പോയി എവിടെയെങ്കിലും ഇരിക്കുകയല്ലോ. ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ, മനുഷ്യരെ പിടിക്കുന്ന മുഖവരാക്കി മാറ്റാം. അങ്ങനെ നിങ്ങൾ ഈ ലോകത്തിൽ സഭയുടെ ബിൽഡേഴ്സും ഷെയ്പ്പേഴ്സും ആയിട്ട് മാറണം. മനുഷ്യരെ പിടിക്കുന്ന മുഖവരെന്ന് പറയുന്നത് അതൊരു ന്യൂ വേ ഓഫ് വർക്കിംഗ് ആണ്. പുതിയ ഒരു ജോലി, പുതിയ ഒരു കാഴ്ചപ്പാട്, ഒപ്പം അത് ഒരു സമഗ്രമായ ജോലിയാണ്. ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള
ഹോൾസം ആയിട്ടുള്ള, എല്ലാത്തിനെയും ചേർത്ത് വയ്ക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അങ്ങനെ മനുഷ്യരെ പിടിക്കണമെങ്കിൽ നമുക്ക് ഈശോയുടെ സ്വരം കേൾക്കണം, സുവിശേഷത്തിൻ്റെ സ്വരം കേൾക്കണം, ശ്ലീഹന്മാരുടെ സ്വരം കേൾക്കണം, ആദിമസഭയുടെ സ്വരം കേൾക്കണം. ഇത് നിരന്തരമായിട്ട് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. വെറുതെ നമ്മൾ തിരുപ്പട്ടമേറ്റ് എവിടെയെങ്കിലും പോയി ചടഞ്ഞുകൂടി ഇരുന്നാൽ പോരാ. മനുഷ്യരെ പിടിക്കണം. മനുഷ്യരെ പിടിക്കാൻ വിശ്വാസത്തിൻ്റെ ഉറവിടങ്ങൾ നമ്മൾ നല്ലതുപോലെ നിരന്തരമായിട്ട് പഠിക്കണം. ഒരച്ഛൻ്റെ സ്വരം ജനങ്ങൾക്ക് മനസ്സിലാകണം. പുരോഹിതൻ്റെ ടോണ്, വർത്തമാനത്തിൻ്റെ ഭംഗി, വാക്കുകളുടെ ശാലീനത, കുലീനത, തിരുവചനങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ഉള്ള നിർവ്യാജമായ സത്യസന്ധത, അങ്ങനെയാണ് മനുഷ്യരെ പിടിക്കേണ്ടത്. തിരുവചനം എടുത്ത് വായിച്ച് അവർക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു മനുഷ്യനെയും ഇന്നത്തെ കാലത്ത് പിടിക്കാൻ, കൂട്ടത്തിൽ നിർത്താൻ, സഭയോട് ചേർത്ത് നിർത്ത് സഭയുടെ അംഗങ്ങളാകാൻ അവർക്ക് സാധ്യമല്ല. നമ്മൾ 10-12 കൊല്ലത്തെ പഠനങ്ങളെല്ലാം കഴിഞ്ഞ് ക്രിസ്റ്റോളജി പഠിച്ചു, ട്രിനിറ്റേറിയൻ തിയോളജി പഠിച്ചു, എക്ലീസിയോളജി പഠിച്ചു. വൈദികർക്കും വൈദിക വിദ്യാർത്ഥികളും എല്ലാം അറിയാം, വലിയ പഠനങ്ങളാണ്, 10-60 മണിക്കൂറുള്ള കോഴ്സുകളാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഡോഗ്മാറ്റിക് കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പുറകോട്ടൊരു യാത്ര ചെയ്യണം. ക്ലാസ് റൂമിലിരുന്ന് ക്രിസ്റ്റോളജി പഠിക്കുന്നത് പോലെയല്ല അൾത്താരയിൽ കയറി പരിശുദ്ധ കുർബാന ചെല്ലുന്നത്. യൂണിവേഴ്സിറ്റിയിൽ പോയിരുന്ന് ട്രിനിറ്റേറിയൻ തിയോളജി പഠിക്കുന്നത് പോലെയല്ല പരിശുദ്ധ കുർബാനയുടെ ടെക്സ്റ്റിൻ്റെ ട്രിനിറ്റേറിയൻ വ്യാഖ്യാനങ്ങൾ നമ്മൾ നൽകുന്നത്. അതുകൊണ്ട് ക്രിസ്റ്റോളജിയിൽ നിന്ന് അത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ക്രൈസ്റ്റിലേക്ക് നമ്മളൊന്ന് യാത്ര ചെയ്യണം. എക്ലീസിയോളജിയിൽ നിന്ന്, സഭാശാസ്ത്രത്തിൽ നിന്ന് അത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയുടെ സംശുദ്ധമായ സഭയിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം. പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള അഗാധമായ ഡോഗ്മ എല്ലാം പഠിച്ച് ത്രിത്വം കൂട്ടായ്മയാണ് എന്ന ആ സത്യത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം. അങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് ഈശോയുടെ അനുഭവം, ആത്മാവിൻ്റെ അനുഭവം, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അനുഭവം, സഭയുടെ അനുഭവം എല്ലാം ഉണ്ടാകുന്നത്. അക്കാര്യം ആദ്യത്തെ കുർബാന അർപ്പിക്കാൻ പോകുന്ന ഈ 2 ശമാശന്മാർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അവർക്ക് വീടുകളെ, കുടുംബങ്ങളെ, ഇടവകളെ, രൂപതയെ ഒക്കെ നല്ലതുപോലെ ഫോം ചെയ്യാനായിട്ട്, കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റുകയുള്ളൂ. ലിറ്റർജിക്കൽ സെലിബ്രേഷൻ വലിയൊരു ദൈവാനുഭവമാണ്, വലിയൊരു ദൈവാനുഭവമാണ്. അതിലേക്ക് നിരന്തരമായിട്ട് ഓരോ പരിശുദ്ധ കുർബാന അർപ്പണത്തിലും എത്താനായിട്ട് സാധിക്കണം. ഈശോയുടെ രക്ഷാകര പദ്ധതികൾ മുഴുവനും നമ്മൾ കാത്തുസൂക്ഷിക്കുന്നത് പരിശുദ്ധ ലിറ്റർജിയിലാണ്. ഈ 2 ട്രോഫികൾ, പത്രോസും പൗലോസും, ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ 2 ട്രോഫികൾ, അവരുടെ മനുഷ്യരെ പിടുത്തം അത്ഭുതാവഹമാകണം. ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ പിടിച്ച 2 വ്യക്തികൾ പത്രോസും പൗലോസുമാണ്. എൻ്റെ പൂർണ്ണമായ ബോധ്യം അതാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യരെ പിടിച്ചവർ, തിരുവചനം വ്യാഖ്യാനിച്ചവർ, കർത്താവിന് വേണ്ടി സഹിച്ചവർ, കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചവർ. പൗലോസ് 2 കൊരിന്തോസ് 12:2 14 വർഷം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം. ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിയത്തില്ല, അത് ദൈവത്തിനെ അറിയൂ. ഈ മനുഷ്യൻ പർദീസായിലേക്ക് ഉയർത്തപ്പെട്ടു എന്നെനിക്കറിയാം. ശരീരത്തോടു കൂടിയോ അല്ലാതെയോ എന്നെനിക്കറിഞ്ഞുകൂടാ, അത് ദൈവത്തിനെ അറിയൂ. ഈ മനുഷ്യനെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ അഹങ്കരിക്കാതിരിക്കാൻ എൻ്റെ ശരീരത്തിന് ഒരു മുള്ള്
എനിക്ക് നൽകപ്പെട്ടു. അത് വിട്ടുകളയാൻ 3 പ്രാവശ്യം ഞാൻ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. നിനക്ക് എൻ്റെ കൃപ മതി എന്ന് അവൻ പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ കൂട്ടത്തിൽ നടന്ന് കർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ പത്രോസ് പോരായ്മകളും വീഴ്ചകളുമൊക്കെ ജീവിതത്തിൽ വന്നെങ്കിലും അതിനെയെല്ലാം മറികടന്ന് മനുഷ്യനെ പിടിച്ച വ്യക്തിയാണ്. നമ്മളൊന്ന് ഓർത്തു നോക്കുക, സ്വർഗത്തിൻ്റെ താക്കോല് ദൈവം പത്രോസിനാണ് കൊടുത്തത്. ഭൂമിയിൽ പിന്നെന്താണ് കിട്ടാനുള്ളത്? നിൻ കരതാരിൽ ഞാൻ നൽകിയിടും സ്വർലോകത്തിൻ താക്കോൽ. സ്വർഗത്തിൻ്റെ താക്കോല് പത്രോസിന്റെ കയ്യിലാണ്. സ്വർഗം വരെ എത്തിയ 3-ാം സ്വർഗം കണ്ട വ്യക്തിയാണ് പൗലോസ്. ഇതിനേക്കാൾ മനുഷ്യരെ പിടിക്കാൻ അവർക്ക് എന്ത് യോഗ്യതയാണ് വേണ്ടത്? സ്വർഗത്തിൻ്റെ താക്കോലുമായിട്ട് നിൽക്കുന്ന പത്രോസും സ്വർഗം കണ്ടവനായിട്ട് നിൽക്കുന്ന പൗലോസും, അവരാണ് ട്രോഫികൾ. അവരാണ് ഈ ലോകത്തിൽ കിട്ടാവുന്ന, ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും സൗഭാഗ്യകരമായ കാര്യങ്ങൾ ഏറ്റുവാങ്ങിയത്, അല്ലെങ്കിൽ ദൈവം ഏൽപ്പിച്ചത് അവരെയാണ്. ഒരച്ഛൻ്റെ കയ്യിൽ ഈ താക്കോലുണ്ടായിരിക്കണം, ഈ ഒറിജിനൽ ഗോസ്പല് ഉണ്ടായിരിക്കണം, ഒറിജിനൽ യൂക്കരിസ്റ്റിക് അനുഭവം ഉണ്ടായിരിക്കണം. ഓരോ പരിശുദ്ധ കുർബാനയിലും പൗലോസ് കണ്ടതുപോലെ സ്വർഗം കാണാനായിട്ട് സാധിക്കണം, സ്വർഗത്തെ താഴേക്ക് ഇറക്കാനായിട്ട് സാധിക്കണം. പലപ്പോഴും സോഷ്യൽ സർവീസും അതുപോലുള്ള കാര്യങ്ങളുമെല്ലാമായിട്ട് അച്ഛന്മാർ ഓടി നടന്ന് ഒരുപാട് സമയം കളയുന്നുണ്ട്. കളയുകയല്ല, പ്രയോജനപ്പെടുത്തുന്നുണ്ട്, അതിനർത്ഥവുമുണ്ട്. എങ്കിലും ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ജീസസ് ഡിസൈപ്പിൾഷിപ്പ് must be challenged to envision not only a world where the hungry are fed and the naked are clothed, but a world where sins are forgiven and eternal life is guaranteed. വീടില്ലാത്തവന് വീട് വെച്ച് കൊടുത്തതുകൊണ്ടോ വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുത്തതുകൊണ്ടോ മാത്രം ഒരു വൈദികന്റെ ജോലി പൂർത്തിയാകുന്നില്ല. അത് പൂർത്തിയാകുന്നത് മനുഷ്യരുടെ പാപങ്ങൾ മോചിക്കുകയും നിത്യജീവന്റെ വചനങ്ങൾ മുറിച്ച് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ്. അതാണ് താക്കോലും ദൈവാനുഭവവും. നമുക്ക് പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളിൽ വീഴ്ചകൾ വരുന്നുണ്ട്. 24 മണിക്കൂറും ഓടി നടന്ന് സോഷ്യൽ സർവീസ് നടത്തുന്ന അച്ഛന്മാരുണ്ട്. ഒത്തിരി ഉപകാരമുണ്ട്. സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അക്കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. എങ്കിലും നമ്മുടെ ആത്യന്തികമായ ചുമതല ദൈവവചനം നല്ലതുപോലെ വ്യാഖ്യാനിക്കുകയും മനുഷ്യരുടെ പാപങ്ങൾ പൊറുക്കുകയുമാണ്. സുഹൃത്തപുത്രൻ്റെ കഥയിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, നല്ലൊരു മകൻ അപ്പൻ വളർത്തി, അപ്പൻ്റെ സമ്പാദ്യം ചോദിച്ചു വാങ്ങി അപ്പനെ വിട്ട് അകലങ്ങളിലേക്ക് പോവുകയാണ്. സുവിശേഷം ഉപയോഗിച്ചിരിക്കുന്ന പദം ഖോറ മക്ര, വിദൂരതയിലേക്ക്, അകലങ്ങളിലേക്ക്, അപ്പനെ കാണാതിരിക്കാൻ വേണ്ടി, മകൻ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും അപ്പൻ കാണാതിരിക്കാൻ വേണ്ടി ഖോറ മക്ര, വിദൂരതയിലേക്ക് പോവുകയാണ്. വീട്ടിലുള്ള മകനോ സ്വാർത്ഥത മനസ്സിൽ കരുതി എല്ലാം തനിക്ക് കിട്ടി എന്നുള്ള ആ തൃപ്തിയിൽ പണ്ഡിതന്മാർ പറയാറുണ്ട്, വീട്ടിലുള്ള മകനും ഒരു ഇന്റീരിയർ ഖോറ മക്രയിലാണ്, ആന്തരമായ ഒരു വിദൂരതയിലാണ്. അതാണല്ലോ നമ്മൾ അവസാനം കാണുന്നത്. ഇളയ മകൻ തിരിച്ചു വന്നപ്പോൾ അപ്പനൊരുക്കിയ ഭക്ഷണം, അപ്പനൊരുക്കിയ ആ ലിറ്റർജി, അതിൽ പങ്കുപറ്റാൻ പറ്റാതെ വീട്ടിലെന്നുമുള്ള മകനും മാറി നീക്കുകയാണ്. അവന് ഇന്റീരിയറായിട്ടുള്ള വിദൂരത ഹൃദയത്തിൽ അനുഭവിച്ചു. മറ്റവൻ അതനുഭവിച്ചെങ്കിലും അപ്പൻ്റെ അടുത്തേക്ക് വരാനെങ്കിലും സാധിച്ചു. അച്ഛന്മാർക്ക് നമുക്കും ഒക്കെ പറ്റാവുന്ന കാര്യം ഇതാണ്. ഇന്റീരിയറായിട്ടുള്ള വിദൂരത,
ഖൊറാമാക്ര, ദൈവവചനത്തോട്, പരിശുദ്ധ കുർബാനയോട്, ആത്മീയതയോട്, യാമപ്രാർത്ഥനയോട്, ഇതിനോടൊക്കെ നമുക്ക് മടുപ്പ് തോന്നി നമ്മൾ നിൽക്കുമ്പോഴാണ് ഇന്റീരിയർ ആയിട്ടുള്ള ഖൊറാമാക്ര, അകൽച്ച എപ്പോഴും നമ്മൾ അനുഭവപ്പെടുന്നത്. എപ്പോഴും നമുക്ക് പ്രയാസമുള്ള കാര്യമാണ് മനുഷ്യരെ പിടിക്കുന്ന മുഖവരാകാൻ. മനുഷ്യനെ പിടിക്കണമല്ലോ. നമ്മൾ എങ്ങനെയെങ്കിലും ഒരു കുർബാന ചെല്ലിച്ച് പോന്നാൽ പോരല്ലോ. ആ കുർബാന ജനങ്ങൾക്ക് ഈശോയുടെ കുർബാനയാണെന്ന് അനുഭവപ്പെടുന്നുണ്ടോ? അതാണ് മനുഷ്യരെ പിടിക്കുന്നത്. മാർപ്പാപ്പായുടെ പ്രസംഗകനായ കന്തലമേശ പറഞ്ഞൊരു കാര്യമാണ്, ഇറ്റ് ഈസ് ഈസിയർ ഫോർ ദ ക്ലർജി ടു ബി പാസ്റ്റേഴ്സ് ദാൻ ഫിഷേഴ്സ് ഓഫ് മെൻ, ഈസിയർ ടു ബി ഷെപ്പേർഡ് those who come to the people with word and sacrament than to put out into the deep waters. നമുക്ക് കുർബാന പ്രസവവും യാമപ്രാർത്ഥന പ്രസവവുമായിട്ട് പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് കുർബാന ചൊല്ലി നമുക്ക് നല്ല പാസ്റ്ററായിട്ട്, വിയർച്ചനായിട്ട്, ഷെപ്പേർഡായിട്ട് പോകാം. പക്ഷേ അതിലും എത്രയോ പ്രയാസകരമാണ് ആഴത്തിലേക്ക് വല വീശി മനുഷ്യരെ പിടിക്കുന്ന മുഖവരാകുക എന്നത്. നമ്മൾ പരാജയപ്പെടുന്ന പലപ്പോഴും അതാണ്. ബാഹ്യമായ കാര്യങ്ങൾ കൊണ്ട് തിരക്കേടില്ലാത്തൊരു അച്ഛനായിട്ട്, നല്ലൊരു പാസ്റ്ററായിട്ട്, നല്ലൊരു വിചാരിച്ചനായിട്ട്, നല്ലൊരു കൊച്ചച്ഛനായിട്ടൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റും. പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ച മനുഷ്യരെ പിടിക്കുന്ന മുഖവന്മാരാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആഴത്തിലേക്ക് നീക്കി നമുക്ക് വലയിറക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നിരന്തരമായിട്ട് പരിശോധിക്കണം. നമ്മൾ ഇന്ന് പല ദൈവശാസ്ത്രജ്ഞന്മാരും എഴുതിയൊരു കാര്യം ഞാൻ വായിക്കുകയാണ്. ഇറ്റ് ഈസ് എ സീരിയസ് മാറ്റർ വെൻ സം ബ്ലെസ്സിങ്സ് ഡു നോട്ട് ആക്ച്വലി ബ്ലെസ് ആൻഡ് എക്സോർസിസംസ് ഡു നോട്ട് ആക്ച്വലി എക്സോർസൈസ്. ചില ആശീർവാദങ്ങളല്ലാണ്ട് പോകുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. Some blessings do not actually bless, and some exorcisms do not actually exorcise. പിശാച് പിടുത്തക്കാർ ഒത്തിരി പേരുണ്ട്, ഒരു പിശാചും പോകുന്നില്ല. ബെനഡിക്ട് പിതാവ് പറഞ്ഞു, പിശാചിനെ എല്ലാവരും അഴിച്ചുവിട്ടിരിക്കുകയാണ്, കെട്ടഴിച്ചുവിട്ടിരിക്കുകയാണ്. പിശാചുക്കൾ ഓടി നടക്കുകയാണ്. ഒരു അച്ഛനും തന്നെ ശരിക്ക് അവനെ പിടിച്ചു കെട്ടാൻ പറ്റുന്നില്ല. എക്സോർസിസംസ് നൽകുന്നുണ്ട്, പക്ഷേ പിശാചുക്കൾ അടിഞ്ഞാടുകയാണ്. ബ്ലെസ്സിങ്സ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ആശീർവദിക്കപ്പെട്ടതായിട്ട് അത് സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് തോന്നുന്നില്ല. അതെല്ലാം നമ്മൾ സഭയോട് ചേർന്ന് സഭയുടെ ശുശ്രൂഷകരായിട്ട് വിശ്വസ്തരായിട്ട് നിൽക്കുമ്പോൾ മാത്രമേ നന്നായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കർദിനാൾ സാറ വലിയൊരു ലിറ്റർജിസ്റ്റ്, പണ്ഡിതൻ, കോൺഗ്രിഗേഷൻ്റെ പ്രീഫെക്റ്റായിരുന്നു, സീക്രട്ട് വർഷിപ്പിൻ്റെ. അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത ഇതാണ്: മിശിഹായെ കൂടാതെ സഭയ്ക്ക് ഒന്നും മോചിക്കാൻ സാധിക്കുകയില്ല. സഭയെ കൂടാതെ ഒന്നും മോചിക്കാൻ മിശിഹായും ആഗ്രഹിക്കുന്നില്ല. മനസാന്തരപ്പെട്ട്, അതായത് മിശിഹായുടെ ദിവ്യസ്പർശം അനുഭവിക്കുന്നവന് മാത്രമേ സഭയ്ക്ക് പാപമോചനം നൽകാൻ കഴിയൂ. സുന്ദരമായൊരു പ്രബോധനമാണിത്. വെറുതെ കയറി നമ്മളൊരു ആശീർവാദം കൊടുത്തതുകൊണ്ട് പാപങ്ങൾ മോചിക്കപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധയോടുകൂടി ഹൃദയത്തിൽ എടുക്കേണ്ട കാര്യമാണ്. നമുക്ക് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇഫക്റ്റീവല്ലാതെ പോകുന്നതിൻ്റെ കാര്യവും മറ്റൊന്നുമല്ല എന്ന് തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും. നമ്മളുടെ കയ്യിൽ ഈശോ ഉണ്ട് എന്ന് അനുഭവപ്പെടണം. പൊട്ടൻഷ്യൽ ഈശോ പറക്കുന്ന തിരുപ്പിറവിയെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാവരും നമ്മൾ സ്വർഗത്തിലേക്ക് നോക്കി, മോക്ഷം സ്വർഗം എന്ന് പറയാൻ മുകളിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ മോക്ഷത്തെക്കുറിച്ച് പറയാൻ താഴേക്കാണ് നോക്കിയത്. തൻ്റെ കരങ്ങളിലിരിക്കുന്ന ഉണ്ണിയെയാണ് നോക്കിയത്. ആ ഉണ്ണി തന്നെയാണ് മോക്ഷം. ഒരു വൈദികൻ
പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഇത് എൻ്റെ ശരീരമാകുന്നു, എൻ്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ താഴേക്ക് നോക്കി അവൻ്റെ കരങ്ങളിലേക്കാണ് നോക്കുന്നത്. അവൻ്റെ കരങ്ങളിലാണ് ഈശോ വന്ന് വീഴുന്നത്. പരിശുദ്ധ അമ്മ മോക്ഷത്തെ നോക്കാൻ താഴേക്ക് നോക്കി എന്ന് പൊട്ടൻഷ്യൻ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പരിശുദ്ധമായിട്ട് ജീവിച്ച് നല്ല പ്രാർത്ഥനയോടുകൂടി ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതേപടി ഈശോ അത് നമുക്ക് വേണ്ടി തരും എന്ന് നമുക്കറിയാം. പരിശുദ്ധ ബെനഡിക്ട് പിതാവ് വിയന്നയിൽ സിസ്റ്റേഴ്സ്യൻ ഫാദേഴ്സ് എന്ന ഒരു ഫാദേഴ്സ് റിലീജിയസ് കോൺഗ്രിഗേഷനിൽ എത്തി. സിസ്റ്റേഴ്സ്യൻ ഫാദേഴ്സ് എന്നാണ് കോൺഗ്രിഗേഷൻ്റെ പേര്. 2007 അവിടെ ചെന്ന് പരിശുദ്ധ കുർബാനയുടെ സമയത്ത് പരിശുദ്ധ പിതാവ് പറഞ്ഞ ഇതാണ്: ലോകത്തിനു വേണ്ടിയുള്ള നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷകളാണ് കുർബാന അർപ്പണവും വ്യാമപ്രാർത്ഥനയും. ഒരു വൈദികന് ദൈവത്തിനായുള്ള ഈ ശുശ്രൂഷയേക്കാൾ മഹത്തരമായിട്ട് മറ്റൊന്നും പാടില്ല. ഈ മനോഭാവത്തിൻ്റെ സൗന്ദര്യമാണ് ലിറ്റർജിയുടെ സൗന്ദര്യം. തന്മൂലം എവിടെ നമ്മൾ പാടാനും സ്തുതിക്കാനും ആഘോഷിക്കാനും ആരാധിക്കാനും ഒരുമിച്ച് കൂടുന്നുവോ അവിടെ സ്വർഗത്തിൻ്റെ ഒരു കഷ്ണം താഴോട്ട് ഇറങ്ങി വരികയാണ്. അടിസ്ഥാനപരമായ ഒരു പ്രബോധനമാണ്. ഒരച്ഛന് കുർബാനയെക്കാളും യാമപ്രാർത്ഥനയെക്കാളും പ്രധാനപ്പെട്ട മറ്റൊന്നും പാടില്ല. അതാണ്. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ മനുഷ്യരെ പിടിക്കാൻ നമുക്ക് പറ്റും. നല്ല തിരുവചന വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ പറ്റും. വിനയത്തോടുകൂടി നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. നമ്മുടെ അടുത്ത് വരുന്ന ആരെയും ഉപേക്ഷിക്കാതെ അവരെയെല്ലാം കേൾക്കാനും അവരുടെ കൂട്ടത്തിലായിരിക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മൾ 2 സമർത്ഥരായ ഡീക്കന്മാരെ ഈശോയുടെ പുരോഹിതന്മാരാക്കുമ്പോൾ അവര് ആഴത്തിലേക്ക് വലയിട്ട് മനുഷ്യരെ പിടിക്കുന്ന മുഖവന്മാരായിട്ട് മാറണം. കർത്താവ് അവരെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും, ആശീർവദിക്കും. വളവുംതൊടത്തിൽ ജോസഫ് കുന്നൂത്ത് സെമിനാരിലാണ് വൈദിക പരിശീലനം പൂർത്തിയാക്കിയത്. കുന്നൂത്ത് റെക്ടറേഷൻ ഉൾപ്പെടെ ഇവിടെയുണ്ട്. ദീർഘമായ മണിക്കൂറുകൾ യാത്ര ചെയ്താണ് അദ്ദേഹവും മറ്റ് സഹവൈദികരും ഇവിടെ എത്തിയിരിക്കുന്നത്. നല്ല കർഷക കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. മാതാപിതാക്കളും വലിയ മാതാപിതാക്കളുമൊക്കെ. ശമാശൻ നല്ല ആത്മീയത ഉള്ള വ്യക്തി. ഏണസ്റ്റ് ആൻഡ് പങ്ക്ച്വൽ എന്നാണ് റെക്ടറേഷനെ കുറിച്ച് എനിക്ക് എഴുതി തന്നിരിക്കുന്നത്. ഏണസ്റ്റ് ആൻഡ് പങ്ക്ച്വൽ. നല്ല തീഷ്ണതയുള്ളവൻ, കൃത്യമായിട്ട് സമയം പാലിക്കുന്നവൻ, പേഴ്സണൽ പ്രെയർ വളരെയധികം സ്വന്തമായിട്ടുള്ളത്, നല്ല ആഭിമുഖ്യങ്ങൾ ഉള്ളവൻ, സഭയുടെ പാരമ്പര്യങ്ങളോട് വിശ്വസ്തൻ, തുറവിയുള്ളവൻ, ഒബീഡിയൻ്റ് ആയിട്ടുള്ളവൻ, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളവൻ, പ്രൂഡൻ്റ് ആയിട്ടുള്ളവൻ. റെക്ടറേഷൻ എഴുതിയിരിക്കുന്ന 12 വിശേഷണങ്ങളാണ് നമ്മുടെ കൊച്ചിനെ കുറിച്ച്. എഴുതിയ ആൾ ഇവിടെ പുറകിൽ ഇരിപ്പുണ്ട്. ആ എഴുത്താണ് ഈ പട്ടം കൊടുക്കാൻ നമ്മളെ ഉറപ്പിക്കുന്നത്. അച്ഛൻ അതിനകത്ത് വേറെ വല്ലതും എഴുതി വെച്ചെങ്കിൽ ഈ കാര്യമൊന്നും ഇവിടെ നടക്കില്ല. അപ്പം അച്ഛൻ എഴുതി തന്നിരിക്കുന്ന ആ കാര്യം ലോകത്തിൻ്റെ അവസാനം വരെ ഈ വളവുംതടത്തിൽ ജോസഫ് ചെമാച്ചനെ കുറിച്ചുള്ള ആധികാരികമായ രേഖയാണ്. എവിടെ ഏത് കാര്യത്തിനും, ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യത്തിനും നമ്മൾ അദ്ദേഹത്തെ ഒരുക്കിയതും കണ്ടതും അദ്ദേഹത്തെ സ്നേഹപൂർവ്വം നമ്മളിവിടെ കാണുന്നതുമെല്ലാം അതാണ്. പഠിക്കാൻ സമർത്ഥനാണ്. 92% മാർക്ക് മേജർ സെമിനാരി പരീക്ഷകൾക്ക് ആവറേജ് വാങ്ങിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നല്ല ധ്വാനശീലനായതുകൊണ്ടാണ്. മധുരപ്പുഴ തോമസ് ചെമാച്ചന് മംഗലപ്പുഴ സെമിനാരിയിൽ പഠിച്ചയാളാണ്. അവിടുത്തെ അധികാരികളും ഇവിടെ പലരുണ്ട്. അച്ഛനും നല്ല കുടുംബത്തിൽ, കാർഷിക സംസ്കാരത്തോട് ബന്ധപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നയാളാണ്. നല്ല ലിറ്റർജിക്കൽ ആഭിമുഖ്യമുള്ള ആള്, നന്നായിട്ട് ധ്യാനിക്കുന്നയാള്, നല്ല കോർഡിനേറ്റർ, നല്ലൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് എല്ലാത്തിലും കാണിക്കുന്നത്.
റിലയബിൾ ആയിട്ടുള്ള പേഴ്സൺ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണ്. പ്രൂഡൻഷ്യൽ ബിഹേവിയർ, വിവേകത്തോടുകൂടി പെരുമാറുന്നു. കലാകാരനാണ്, നല്ല പോലെ സംസാരിക്കാനും എഴുതാനും അറിയാം. പന്ത് കളിക്കാരാണ് രണ്ടുപേരും. അതെ, രണ്ടുപേരും നല്ലപോലെ പഠിക്കുന്നവരും. 90% മാർക്ക് മധുരപ്പുഴ ശമാശനുമുണ്ട്. ഇതെല്ലാം നമുക്ക് നമ്മളയക്കുന്ന പിള്ളേരെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റുന്നത് വലിയ ഭാഗ്യമാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. നമ്മളൊരു കൊച്ചിനെ സെമിനാരിയിൽ അയച്ച് അവസാനം പെട്ടച്ചൻ്റെ റിപ്പോർട്ട് കിട്ടുമ്പോൾ വേറെ വല്ലതൊക്കെയാണ് എഴുതിയിരിക്കുന്നെങ്കിൽ നമുക്കുണ്ടാകുന്ന ടെൻഷൻ അത് പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. അതുപോലുള്ള പ്രയാസമാണ്. നമുക്ക് 2 നല്ല മിടുക്കന്മാരായ ശമാശന്മാരെ കിട്ടി. അവരെ ഒരുക്കിയ കുന്നോത്ത് സെമിനാരിയിലെ അച്ഛന്മാരെയും മംഗലപ്പുഴ സെമിനാരിയിലെ അച്ഛന്മാരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. രണ്ടുപേരും നല്ല സാമർഥ്യവും നല്ല പ്രാർത്ഥനയും നല്ല പഠനവും നല്ല ആത്മീയ പാരമ്പര്യമുള്ള കുടുംബവും കാർഷിക മേഖലയോട് ബന്ധപ്പെട്ട വീടുമെല്ലാം. അവരുടെ മാതാപിതാക്കളും ഒക്കെ കർഷകരാണ്. അവരെല്ലാവരും ഇവിടെ ഉണ്ട്. മറ്റ് സഹോദരങ്ങളുമുണ്ട്. അങ്ങനെ നല്ല ഒരു ആത്മീയ അന്തരീക്ഷത്തിലാണ് നമ്മൾ ഈ തിരുപ്പട്ട ശുശ്രൂഷയിലേക്ക് കടക്കുന്നത്. കർത്താവിനോട് നമുക്ക് ഈ ശമാശന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെന്നും ആഴങ്ങളിലേക്ക് വലയിറക്കണം. ദുഃഖ് ഇനാൾത്തും ആഴങ്ങളിലേക്ക് വലയിറക്കണം. സുവിശേഷത്തിൻ്റെ ആഴങ്ങളാണ്, കുർബാനയുടെ ആഴങ്ങളാണ്, നല്ല പെരുമാറ്റത്തിൻ്റെ ആഴങ്ങളാണ് എന്ന് വിട്ടുപോകരുത്. അങ്ങനെ നമ്മൾ പിസ്കാത്തോരസ് ഹോമിനും മനുഷ്യരെ പിടിക്കുന്ന മുഖവരാകണം. സ്വർഗീയമായ അനുഭവം നമ്മളെ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും നമ്മിൽ നിന്ന് കിട്ടുമ്പോൾ അവർ ആത്മസംതൃപ്തിയിലേക്ക് പോകും. നമ്മൾ പിസ്കാത്തോരസ് ഹോമിനും മനുഷ്യരെ പിടിക്കുന്ന മുഖവരവാകും. പത്രോസും പൗലോസുമാണ് അതിൻ്റെ ഏറ്റവും സാമർഥ്യം കാണിച്ച വ്യക്തികൾ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥരാണ്. നമ്മുടെ കത്തോലിക്ക പാരമ്പര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വ്യക്തികളാണ്. അവരെപ്പോലെ തിരുവചനം പറഞ്ഞവർ ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ പത്രോസ് നേടി. ഓർത്ത് നോക്കിയേ. ജോൺ പോൾ മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു, ഒരച്ഛൻ 3000 പ്രസംഗങ്ങൾ പറഞ്ഞിട്ടും ആരെങ്കിലും ശരിക്കും മാനസാന്തരപ്പെടുന്നുണ്ടോ? അതാണ് പിസ്കാത്തോരസ് ഹോമിനം. പൗലോസിന് മാത്രമല്ലേ ഭൂമിയിലായിരുന്നപ്പോൾ സ്വർഗത്തിൽ പോകാൻ പറ്റുകയുള്ളൂ. അതാണ് പിസ്കാത്തോരസ് ഹോമിനം. അങ്ങനെ നല്ല ശുശ്രൂഷയിലേക്ക് വരാനായിട്ട് ഇവർക്ക് സാധിക്കട്ടെ. ഇവരെ 2 പേരെയും പത്രോസിനും പൗലോസിനും വിശുദ്ധ അൽഫോൻസാമയ്ക്കും ചാവറ പുണ്യവാനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.